ഇൻഫോ പാർക്കിൽ നിന്ന് 6.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, ബസ് റൂട്ടിൽ നിന്ന് വെറും 70 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലെ ഫസ്റ്റ് വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. .7 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. ഇതാണ് ആ വീട്. 5 മീറ്റർ ആണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് വരുന്നത്. 2 ഭാഗത്തേക്കും സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 14 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 8.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. സൗത്ത് സൈഡ് ത്രൂ ഔട്ട് ഈ ഗാർഡൻ കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയായിട്ട് പെബിൾസ് ആണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെ പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് സൈഡിലാണ്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിൽ ചെറിയൊരു കോർട്ട്യാർഡ് കൂടി ചെയ്തിട്ടുണ്ട്. നമുക്കിനി സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 6 അടി നീളവും 5 അടിയിലേറെ വീതിയുമാണ് സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറിന് ക്ലാഡിംഗ് ടൈൽ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഷൂ റാക്കും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് റൂമിന് ഉള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. TV യൂണിറ്റിൽ ധാരാളം ഡെക്കർ സ്പേസും കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് കാണാം. ഇനി നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 11.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിങ്ങിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ നിന്നാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്.
9 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസസും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലാണ്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ഈ ബെഡ്റൂമിന് ഉണ്ട്. ഈ ഒരു കോർണറായിട്ടാണ് ആ ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ സ്റ്റെപ്പുകളെല്ലാം ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് വരുന്നത്. 11 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റും ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇത് അപ്പർ ലിവിങ് സ്പേസ്. നമുക്കിനി മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്കൊരു ഓപ്പണിംഗ് കൂടി ഉണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിൽ ഉള്ളത്. ഇവിടെയായിട്ടൊരു മെറ്റൽ ഡോർ നൽകിയിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണിത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്കൊരു സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂമായിട്ടോ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലാണുള്ളത്. 11.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബസ് റൂട്ടിലേക്ക് 70 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 14 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, രാജഗിരി സ്കൂളിലേക്ക് 12 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്.
4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.